2013 ഡിസംബർ 4 അന്നായിരുന്നു പുതുതായി രൂപീകരിച്ച ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഡൽഹി നിയമസഭയിൽ 28 സീറ്റുകൾ നേടിയത്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവചനങ്ങളും തെറ്റാണെന്ന് തെളിയിച്ച ഒരു നീക്കമായിരുന്നു ആം ആദ്മിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞിരുന്നു. കെജ്രിവാളിന്റെ വിജയത്തിൽ നിന്ന് തനിക്ക് ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന്. ഏകദേശം 11 വർഷങ്ങൾക്കു ശേഷം രാഹുൽ ഗാന്ധി ഇപ്പോഴും ഡൽഹി മുഖ്യമന്ത്രിയായി തുടരുന്ന അരവിന്ദ് കെജ്രിവാളിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തെക്കാൾ ഒത്തിരി മുന്നിലുമാണ്. ഒരർത്ഥത്തിൽ ലോക്സഭയ്ക്കകത്തും പുറത്തും ധീരനായ നേതാവായി രാഹുൽ ഗാന്ധി ഉയർന്നു വരുന്ന കാഴ്ചകളാണ് മൂന്നാം മോദി മന്ത്രിസഭയുടെ തുടക്കം മുതൽ കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ലോക്സഭയ്ക്കകത്തും പുറത്തും ധീരനായ രാഷ്ട്രീയക്കാരനായി രാഹുൽ ഗാന്ധി പെട്ടെന്ന് മാറുകയായിരുന്നു. തന്നെ റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്താൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പദ്ധതി ഇടുന്നതായി കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പുലർച്ചെ 1:52 ഒരു മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അപ്രതീക്ഷിതമായ ഒരു നടപടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. തനിക്കെതിരെ നടപടിയെടുക്കാൻ ഇഡിയെ വെല്ലുവിളിച്ചതിലൂടെ രാഹുൽ ഗാന്ധി ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇഡി അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയില്ലെങ്കിൽ രാഹുൽ വിജയിച്ചു എന്നർത്ഥം. അതേസമയം നടപടിയുമായി ഇഡി മുന്നോട്ട് പോയാൽ ഈ നടപടി രാഷ്ട്രീയ പകപോക്കലാണെന്ന വാദവും ഉയരും. അതിലും പ്രധാനമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നീക്കങ്ങൾ അറിയാൻ രാഹുലിന് കഴിയുന്നു എന്ന അവകാശവാദത്തിന് വിശ്വാസ്യത ഏറുകയും ചെയ്യും. 10 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഇന്ത്യയല്ല ഇപ്പോൾ. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഭരണസഖ്യം 53% പ്രതിപക്ഷം 47%. അത്ര ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ലോക്സഭയുടെ ഘടന ഇങ്ങനെയിരിക്കെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ ഒരു വിഭാഗം പ്രതിപക്ഷത്തോടും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനോടും അനുഭാവം പുലർത്തുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യം കൂടിയാണ്. 2012-14 കാലയളവിൽ ചില ബിസിനസ് സ്ഥാപനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള അടുപ്പത്തെ ചൂണ്ടിക്കാട്ടി അരവിന്ദ് കെജ്രിവാൾ നിരന്തരം ആക്രമിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ ആക്രമണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ നീക്കങ്ങളിൽ ചില വിജയങ്ങളും രാഹുൽ ഗാന്ധി നേടിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ വേളയിൽ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും വേണ്ടി ഫണ്ട് ശേഖരണത്തിനായി ചില വ്യവസായികളെ ആകർഷിക്കാൻ പ്രധാനമന്ത്രി മോദി ശ്രമിച്ചിരുന്നു. ലോക്സഭയിലെ തൻ്റെ പ്രസംഗങ്ങളിൽ രാഹുൽ ഗാന്ധി തുടർച്ചയായി ബിസിനസ് സ്ഥാപനങ്ങളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിയെ ആക്രമിക്കുന്ന രീതികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഓരോ തവണയും തനിക്കെതിരെ സ്പീക്കറുടെയോ ഭരണകക്ഷി ബെഞ്ചിൻ്റെയോ എതിർപ്പ് ഉണ്ടാകുമ്പോൾ അത് പരസ്പര നേട്ടമാണെന്ന ആരോപണം അദ്ദേഹം ഉയർത്തുകയും ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, പ്രതിപക്ഷം ലോക്സഭയിൽ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മുൻ സർക്കാർ ഉദ്യോഗസ്ഥനായ കെജ്രിവാൾ NGOകളെയും സിവിൽ സമൂഹത്തെയും വളരെയധികം ആശ്രയിക്കുകയും അതിൽ നിന്ന് വളരെയധികം പ്രയോജനം നേടുകയും ചെയ്ത വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം തൻ്റെ NGOയെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുകയായിരുന്നു. അതാണ് ആം ആദ്മി. കെജ്രിവാൾ തുടങ്ങിവെച്ച നല്ല കാര്യങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധി പലതും ഉൾക്കൊണ്ടു. അതിനുദാഹരണമാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ടീമിലെ പ്രധാന അംഗങ്ങൾ NGO ആക്ടിവിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളത്. ഭാരത് ജോഡോ യാത്രയുടെ പല ഘട്ടങ്ങളിലും അത് നമുക്ക് കാണാൻ സാധിച്ചു. രാഹുലിൻ്റെ ഭാരത് ജോഡോ യാത്രയിൽ 21 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 150-ലധികം സിവിൽ സൊസൈറ്റി സംഘടനകൾ പങ്കെടുത്തിരുന്നു. ഒരു ജനപ്രിയ വ്യക്തിയായി മാറുന്നതിന് പകരം പ്രധാനമന്ത്രി മോദിക്കെതിരെ ശക്തിയോടെ നിൽക്കുന്ന ഒരു മുഖമാകാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. ഇനി തകർന്നുപോയാൽ തൻ്റെ പാർട്ടിക്ക് ഒരു തിരിച്ചുവരവ് അസാധ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വേദികളിലും പ്രധാനമന്ത്രി മോദിയെ രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുന്നു. 2014 വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് കെജ്രിവാൾ മോദിക്കെതിരെ മത്സരിച്ചത്. അന്ന് വലിയ തോൽവിയാണ് കെജ്രിവാൾ ഏറ്റുവാങ്ങിയത്. അതേസമയം 2024 വാരണാസിയിൽ നിന്ന് മത്സരിക്കാൻ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ തീരുമാനിച്ചിരുന്നെങ്കിൽ കഥ മറ്റൊരു വിധത്തിലായേനെ. മോദിക്ക് ഇത്തവണ മണ്ഡലത്തിൽ ലഭിച്ച വോട്ടുകളിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി മത്സരിച്ച 2 മണ്ഡലങ്ങളിലും 3 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കയോ വാരണാസിയിൽ മത്സരിച്ചിരുന്നു എങ്കിൽ മോദിയെ പരാജയപ്പെടുത്താനാകുമായിരുന്നുവെന്ന് പലരും വിശ്വസിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിരവധി മാറ്റങ്ങളാണ് രാഹുൽ ഗാന്ധിയിൽ കാണാൻ കഴിയുന്നത്. രാഹുൽ പൊതുജനങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും സംസാരിക്കാനും ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ദിവസം അദ്ദേഹം ലോക്കോ പൈലറ്റുമാരെ കാണുകയും അടുത്ത ദിവസം ആനന്ദ് വിഹാർ റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടർമാരുമായി സംവദിക്കുകയും ചെയ്യുന്നു. ഒരു മടിയും കൂടാതെ ആളുകളോട് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു ശീലമാക്കി. അതിനുശേഷം അദ്ദേഹം പാർലമെൻറ്റിനകത്തോ പുറത്തോ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. നേരിട്ടുള്ള സമ്പർക്കത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ഈ രീതികൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ വലിയ നേട്ടമാണ് രാഹുൽ ഗാന്ധിക്ക് സമ്മാനിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു ഡ്രസ് കോഡില്ല. എന്നാൽ ഇപ്പോൾ ഒരു വെള്ള ടീഷർട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഡ്രസ് കോഡായി മാറുകയാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ വെള്ള ടീഷർട്ട് ധരിച്ച രാഹുലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിനായി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയത്തിലെ വസ്ത്രങ്ങൾക്ക് ഒരു പ്രത്യേക പാറ്റേണുകളോ അങ്ങനെയൊന്നുമില്ല.
ഈ സാഹചര്യത്തിലാണ് പതിവായി രാഹുൽ ഗാന്ധി വെള്ള ടീഷർട്ട് ധരിച്ച് പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ധാർമ്മികത, ആത്മീയത, വൃത്തി എന്നിവയെല്ലാം വെള്ള നിറവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ രാഹുലിൻ്റെ വെള്ള ടീഷർട്ട് ശക്തമായി രാഷ്ട്രീയ സന്ദേശം നൽകുകയും യുവാക്കളുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് വ്യക്തം.